Hello guys, welcome back to channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ ഫിഫ്ത്ത് പാർട്ട് ആണ്. ഓൾറെഡി നമ്മൾ ഫോർത്ത് പാർട്ട് നോക്കി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇന്ന സെക്ഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The forces acting normally on the cross section of a bar shown in the figure given below introduces compressive stress ആണോ, ടെൻസൈൽ സ്ട്രെസ് ആണോ, ഷിയർ സ്ട്രെസ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഓക്കെ, ഒരു ബാറിൽ ഇങ്ങനത്തെ ലോഡ് അപ്ലൈ ചെയ്താൽ ഏത് സ്ട്രെസ് ആണ് എക്സേർട്ട് ആവുന്നത്? ടെൻസൈൽ സ്ട്രെസ് ആണ് എക്സേർട്ട് ആവുന്നത്. ഓക്കെ, വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് yield point of a test place the material obeys Hooke's law ആണോ, behaves in an elastic manner ആണോ, regains original shape on removal of fluid ആണോ, undergoes plastic deformation ആണോ? ഏതാണ്? അറ്റ് yield പോയിന്റിൽ എങ്ങനെയാണ് മെറ്റീരിയൽ ബിഹേവ് ചെയ്യുന്നത്? undergoes plastic deformation. ഓക്കെ, അറ്റ് yield പോയിന്റിൽ undergoes plastic deformation. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാഫിക്കലാണ്, നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് shearing stress to shearing strain within elastic limit is known as modulus of elasticity ആണോ, shear modulus of elasticity ആണോ, bulk modulus of elasticity ആണോ, tangent modulus of elasticity ആണോ? ഓക്കെ, modulus of elasticity എന്ന് പറഞ്ഞാൽ എന്താണ്? യങ്സ് മോഡുലസ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. അതേപോലെ ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെയിൻ ബൈ ഷിയർ സ്ട്രെസ്, shear stress by shear strain. Okay, shear stress by shear strain. അതേപോലെ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ സ്ട്രെസ് ബൈ വോള്യൂമെട്രിക് സ്ട്രെയിൻ. ഓക്കെ, സോ ഇതിൽ ഏതാണ്? ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ബേസിക് ആണ് ഇത്. With a percentage increase of carbon in steel decreases its strength ആണോ, ഹാർഡ്നെസ് ആണോ, ബ്രിട്ടൽനെസ് ആണോ, ഡക്ടിലിറ്റി ആണോ? ആസ് കാർബൺ കണ്ടന്റ് ഇൻക്രീസ് ആകുമ്പോൾ എന്താണ് കുറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കാർബൺ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ കംപ്രസീവ് സ്ട്രെങ്ത് കൂടും. ഓക്കെ, നമ്മൾ ഓൾറെഡി നോക്കിയാൽ കംപ്രസീവ് സ്ട്രെങ്ത് കൂടും. അപ്പൊ എന്താണ്? ബ്രിട്ടൽനെസ് കൂടും. ബ്രിട്ടൽനെസ് കൂടിയാൽ ഇതിന്റെ ഇൻവേഴ്സ് ആയി ഡക്ടിലിറ്റി കുറയും. ഓക്കെ, അപ്പൊ നമുക്ക് കൺക്ലൂഡ് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. കാർബൺ കണ്ടന്റ് കൂടുവാണെങ്കിൽ ഡക്ടിലിറ്റി കുറയും. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The phenomena of slow extension of material that is increases with time having constant load is called creeping ആണോ, breaking ആണോ, yielding ആണോ, none of these ആണോ? ഇത് നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. വിത്ത് ഇൻക്രീസ് ഇൻ ടൈം ഡിഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്? ക്രീപ്പിംഗ് എന്നാണ് പറയുന്നത്. Okay, next question. The stress at which extension of material takes place more quickly, പെട്ടെന്ന് എക്സ്റ്റൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ as compared to increase in load is called as ഇലാസ്റ്റിക് പോയിന്റ് ആണോ, പ്ലാസ്റ്റിക് പോയിന്റ് ആണോ, ബ്രേക്കിംഗ് പോയിന്റ് ആണോ, yield പോയിന്റ് ആണോ? ഓക്കെ, ഇതിന്റെ നമ്മൾ നോക്കിയതായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വേല് വരും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വേരിയം. ഓക്കെ, ഇവിടെ ഒരു ലീനിയർ ആയിരിക്കും. ഞാൻ ഗ്രാഫിൽ വരയ്ക്കാം. അപ്പോൾ ഇതിൽ വരയ്ക്കുന്നതിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ലീനിയർ നേച്ചർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ഇത് സ്ട്രെസ് വാല്യൂ, ഇത് സ്ട്രെയിൻ വാല്യൂ. ഓക്കെ, വിത്തൗട്ട് ഇൻക്രീസ് ഇൻ സ്ട്രെസ്, സ്ട്രെസ്സിന്റെ വാല്യൂ ഇൻക്രീസ് ആവാതെ തന്നെ, ഈ പോയിന്റ് തൊട്ട് നോക്കാം, ഈ പോയിന്റ് തൊട്ട് സ്ട്രെസ്സിന്റെ വാല്യൂ ഇൻക്രീസ് ആവാതെ തന്നെ സ്ട്രെയിനിന്റെ വാല്യൂവിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, സ്ട്രെയിനിന്റെ വാല്യൂവിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ഏതൊരു ഫേസ് ആണ് ഇതിനെ പറയുന്നത്? ഈൽഡിംഗ് ഫേസ്, അല്ലെങ്കിൽ ഈൽഡിംഗ് പോയിന്റ് കഴിഞ്ഞാലാണ് ഇങ്ങനെ വേരിയേഷൻ വരുന്നത് മോർ ക്വിക്ലി. ഓക്കെ, അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a tensile test, when a material is stressed beyond elastic limit, tensile stressൽ നമ്മൾ ഒരു മെറ്റീരിയലിന് ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ the tensile strain dash as compared to the stress. Tensile strainൽ എന്ത് വേരിയേഷൻ ആണ് ഉണ്ടാവുന്നത്? ഡിക്രീസസ് സ്ലോലി ആണോ, ഇൻക്രീസസ് സ്ലോലി ആണോ, ഡിക്രീസസ് മോർ ക്വിക്ലി ആണോ, ഇൻക്രീസസ് മോർ ക്വിക്ലി ആണോ? ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇൻക്രീസസ് മോർ ക്വിക്ലി ആണ്. ഓക്കെ, അപ്പോൾ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. In compressive test, the fracture in cast iron specimen would occur along the axis of load ആണോ, occur along the oblique plane ആണോ, occur at right angle to the axis of the specimen ആണോ, none or not occur ആണോ? ഓക്കെ, കാസ്റ്റ് അയണിൽ എങ്ങനെയാണ്? കാസ്റ്റ് അയണിൽ നമുക്കൊരു സാമ്പിൾ എടുക്കാം. കാസ്റ്റ് അയണിൽ ഇപ്പോൾ നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? ഓക്കെ, ഇതിലെങ്ങനെയാണ്? കാസ്റ്റ് അയണിൽ നമ്മുടെ ഫെയിലിയർ എന്താണ്? നമ്മുടെ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടൽ ഫെയിലിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ എങ്ങനെയാണ് ഫെയിലിയർ ആകുമ്പോൾ ഇതിനെ ഈ ഒരു ആംഗിളിലാണ് ഫെയിൽ ആകുന്നത്. സോ അപ്പൊ ഇത് ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി ആണ്. ഓക്കെ, ഈ ആംഗിളിൽ ഫെയിൽ ആകുന്നത് 45 ഡിഗ്രി ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഒബ്ലിക് പ്ലെയിൻ എന്ന് പറയും. ഓക്കെ, ഒക്കർ അലോങ് ഒബ്ലിക് പ്ലെയിൻ. അപ്പൊ പി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്
which comes into play when a body just began to slide over the surface of the other body is known as a static friction ആണോ limiting friction ആണോ dynamic friction ആണോ coefficient of friction ആണോ. ഓക്കെ, നമുക്കിപ്പോ ഒരു ബോഡി കൺസിഡർ ചെയ്യാം. ഇങ്ങനത്തെ ഒരു ബോഡി നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൽ ഫ്രിക്ഷൻ ആക്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഫ്രിക്ഷൻ ആക്ട് ആവുന്നുണ്ടായിരിക്കും. നമ്മൾ ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ആക്ട് ഉണ്ടാവും. ഓക്കെ, ആ ഒരു ജസ്റ്റ് അബവ് നമ്മളിപ്പോൾ സ്ലൈഡ് ഇപ്പോൾ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് അബവ് ടു അത് സ്ലൈഡ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഫേസിന് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഫ്രിക്ഷന്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് അബൌട്ട് ടു സ്ലൈഡ് ആവുകയാണെങ്കിൽ അതിനെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് കംസ് ഇൻ ടു പ്ലേ വെൻ ബോഡി ജസ്റ്റ് ബിഗാൻ ടു സ്ലൈഡ്. ജസ്റ്റ് സ്ലൈഡ് ആവുന്ന കേസിൽ നമ്മൾ എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, next question. The factor of safety is defined as the ratio of ultimate stress to working stress ആണോ, working stress to ultimate stress ആണോ, breaking stress to ultimate stress ആണോ, ultimate stress to breaking stress ആണോ. ഇത് വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫാക്ടർ ഓഫ് സേഫ്റ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ് ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഡെഫിനിഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of elastic constant for a complete isotropic elastic material which follows Hooke's law is എന്താണ്? 2. ഇത് ആൻസർ 3 അല്ല, ഇത് 2 ആണ്. ഓക്കെ, 2 ആണോ 4 ആണോ 21 ആണോ 25 ആണോ? സോ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഐസോട്രോപിക് മെറ്റീരിയലിൽ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഏതൊക്കെയാണ്? യങ്സ് മോഡുലസും പോയിസൺ റേഷ്യോ. ഓക്കെ, അപ്പോൾ 2 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നമ്പർ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഐസോട്രോപിക് മെറ്റീരിയലിന്റെ കേസിൽ നമ്മുടെ യങ്സ് മോഡുലസ് ആൻഡ് പോയിസൺ റേഷ്യോ. അപ്പോൾ 2 ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ട്രെയിൻ എനർജി ഓഫ് ദ ബീം. സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? സ്ട്രെയിൻ എനർജി നമ്മൾ കുറെ പ്രാവശ്യം നോക്കിയായിരുന്നു. എന്താണ്? ഇസ് ഇൻഡിപെൻഡന്റ് ഓൺ ഓഫ് ഷിയർ ഫോഴ്സ് ആണോ ഓഫ് ദ ബീം ആണോ, ഓർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഓഫ് ദ ബീം ആണോ, ഓർ സെയിം ആസ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ആണോ, ഓർ നൺ ഓഫ് ദീസ് ആണോ? ഓക്കെ, സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരിയൽ എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൽ എത്ര എനർജി നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും, അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതായിരുന്നു. ഓക്കെ, ഗ്രാഫ് നമ്മൾ നോക്കിയതായിരുന്നു. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. സ്ട്രെസ് ആണെങ്കിൽ ഇത് സ്ട്രെയിൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? ഇതിന്റെ ഏരിയ സ്ട്രെസ് ഇൻറ്റു ഡെൽറ്റ. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻ എനർജി ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റും നോക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സ്ട്രെയിൻ എനർജിയുടെ വേറെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഷിയർ സ്ട്രെസ് ആണോ? അല്ല, ഈസ് ഡിപെൻഡന്റ് ഓൺ ഷിയർ സ്ട്രെസ് ആണ്. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെസ് ആണ്. അതേപോലെ ഈസ് ഇൻഡിപെൻഡന്റ് അല്ല, ഡിപെൻഡന്റ് ഓൺ ബെൻഡിങ് മൊമെന്റ് ആണ്. ഓക്കെ, ഈസ് സെയിം ആസ് പൊട്ടൻഷ്യൽ ആണോ? സെയിം അല്ല, വേറെയാണ് പൊട്ടൻഷ്യൽ, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിനേക്കാളും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നൺ ഓഫ് ദീസ് ആണ്, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a member is subjected to axial tensile load, the greatest normal stress is equal to half the maximum shear stress ആണോ, maximum shear stress ആണോ, twice the maximum shear stress ആണോ, none of these ആണോ? ഓക്കെ, അതിനെ നമ്മൾ മോർ സർക്കിൾ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഞാൻ റൗണ്ട് വരയ്ക്കാൻ ശ്രമിക്കാം, പക്ഷെ വരയ്ക്കാൻ പാടാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സ്ഫെറിക്കൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിന്റെ റേഡിയസ് ആർ. ഓക്കെ, ഇതിന്റെ നമ്മൾ സ്ട്രെസ് വാല്യൂ ഇതാണ്. അപ്പോൾ സ്ട്രെസ് വാല്യൂ എന്ന് പറയുന്നത് ഇത്രയാണ്. പിന്നെ ഇതാണ് നമ്മുടെ സ്ട്രെസ് വാല്യൂ. ഓക്കെ, സ്ട്രെസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇക്വലന്റ് എന്നാണ് ചോദിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് നോർമൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇത് ഇതിന്റെ ഇക്വലന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്വൈസ് ദ മാക്സിമം ഷിയർ സ്ട്രെസ്. അപ്പോൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു റേഡിയസ്. അപ്പോൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ റേഡിയസ് ഡയമീറ്റർ ആണ് റിപ്രസെന്റ് ചെയ്യുന്നത് സ്ട്രെസ് വാല്യൂ. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2r ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് പറയാൻ പറ്റും? സ്ട്രെസ് വാല്യൂ എന്ന് പറയുമ്പോൾ ട്വൈസ് ഓഫ് ഷിയർ സ്ട്രെസ് ആണ്. ഓക്കെ, ട്വൈസ് ഓഫ് ഷിയർ സ്ട്രെസ് ആണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ when a member is subjected to axial tensile load, the greatest normal stress is equal to twice the maximum shear stress. Okay, അതാണ് C ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a composite system subjected to temperature rise with
and constrained to remain together. Okay, and അതിന്റെ together ആണെങ്കിൽ the component having lower value of coefficient of linear expansion will experience tensile stress ആണോ compressive stress ആണോ tensile or compressive stress depending upon the loading ആണോ or zero value of stress ആണ്. Okay, നമ്മുടെ ജസ്റ്റ് നമ്മൾ രണ്ട് കേസ് എടുക്കാം. രണ്ട് കേസ് നമുക്ക് കൺസ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് കേസിൽ നമുക്ക് എൻഡ് കൺസ്ട്രെയിൻ ആയിട്ട് എടുക്കാം. ഓക്കെ, വിത്ത് എൻഡ് കൺസ്ട്രെയിൻ. ഇതിന്റെ എൻഡ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻ ആണ്. ഓക്കെ, എന്റെ എൻഡ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻ ആണ്, ഇതിന്റെ എൻഡും കൺസ്ട്രെയിൻ ആണ്. ഓക്കെ, രണ്ട് വേറെ മെറ്റീരിയൽ, ആൽഫ വാല്യൂ വേറെയാണ്. ഓക്കെ, അതേപോലെ നമുക്ക് ഇതിന്റെ സെയിം കേസിൽ എടുക്കാം. ഇതിന്റെ നമുക്ക് ഇൻ ദ composite system subjected to temperature rise with end constraint remain together component having lower value of coefficient. ഓക്കെ, നമുക്ക് ആൽഫ 1 എടുക്കാം, ആൽഫ 2 എടുക്കാം. ഓക്കെ, ഇതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ കൺസിഡർ ചെയ്യാം ആൽഫ 1ന്റെ വാല്യൂ കൂടുതലാണ്. ഓക്കെ, ആൽഫ 2ന്റെ വാല്യൂ കുറവാണ്. ഓക്കെ, ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആൽഫ 1ന്റെ വാല്യൂ കൂടും. ഓക്കെ, അതേപോലെ ആൽഫ 2ന്റെ വാല്യൂ കുറയും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇപ്പം നമ്മുടെ കൺസ്ട്രെയിൻ നമ്മുടെ റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യും? ആൽഫ 1ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യും. ഓക്കെ, ഇതിന്റെ എക്സ്റ്റൻഷൻ ഉണ്ടാവുന്നത് കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു ആൽഫ 2. ഓക്കെ, ആസ് കമ്പയർഡ് ടു ആൽഫ 2 ഇതിന്റെ ബിഹേവിയർ വേരി ആയിരിക്കും. ഓക്കെ, ഇത് ആൽഫ 2ന്റെ ആണ്, ഇത് ആൽഫ 1. നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു. നമുക്ക് ബ്രാസിന്റെ എക്സാമ്പിൾ എടുക്കാം, അതേപോലെ താഴെ സ്റ്റീലിന്റെ എടുക്കാം. ഓക്കെ, നമ്മൾ ഹീറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്രാസിൽ എന്തായാലും നമ്മൾ നോക്കിയത് കംപ്രസീവ് സ്ട്രെങ്ത് ഇമ്പാർട്ട് ആവും, അതേപോലെ സ്റ്റീലിൽ ടെൻസൈൽ സ്ട്രെങ്ത് ഇമ്പാർട്ട് ആവും. അതെന്തുകൊണ്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണ്. ഓക്കെ, അപ്പം അതെന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആൽഫ വാല്യൂ ഇതല്ലെങ്കിൽ ബി, ഇത് ബ്രാസ് ആയിട്ട് എടുക്കാം, ഇത് സ്റ്റീൽ ആയിട്ട് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റീലിലെ എക്സ്റ്റൻഷൻ നമ്മളിപ്പം കൺസ്ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്റ്റൻഷൻ കൂടുതലായിരിക്കും. ഓക്കെ, എക്സ്റ്റൻഷൻ കൂടുതലായിരിക്കും. അതേപോലെ നമ്മൾ കൺസ്ട്രെയിൻ ചെയ്ത് വെച്ചാൽ എന്താണ് ഇവിടെ ഉണ്ടാവുന്നത്? കംപ്രസീവ് സ്ട്രെങ്ത് എക്സേർട്ട് ആവും. ഓക്കെ, ഇതിൽ കംപ്രസീവ് സ്ട്രെങ്ത് എക്സേർട്ട് ആവും, അത് കാരണം ഇതിലും ടെൻസൈൽ സ്ട്രെങ്ത് എക്സേർട്ട് ആവും. നമ്മൾ നോക്കിയായിരുന്നു കപ്പിൾ ഫോം ചെയ്യാൻ. ഓക്കെ, സോ ഇതിൽ അത് എന്താണ് ആവുന്നത്? ഇതിൽ കംപ്രസീവ്, ഇതിൽ ടെൻസൈൽ സ്ട്രെങ്ത് എക്സേർട്ട് ആകും. അപ്പൊ ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇതിൽ ടെൻസൈൽ സ്ട്രെങ്ത്, ഇതിൽ കംപ്രസീവ്. ഇതിൽ എങ്ങനെയാണ് കംപ്രസീവ് സ്ട്രെങ്ത് എക്സേർട്ട് ആവുന്നത്? ഇത് എന്താണ്? ഇത് നമ്മൾ പറഞ്ഞത് കമ്പൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു മെറ്റീരിയൽ, ഈ സ്റ്റീലിന്റെ മെറ്റീരിയലിനെ ഇങ്ങനെ അങ്ങോട്ട് വലിക്കാൻ തുടങ്ങും. ഓക്കെ, അത് കാരണം എന്താണ്? സ്റ്റീലിൽ ടെൻസൈൽ സ്ട്രെസ് ആണ് എക്സേർട്ട് ആവുന്നത്. ഓക്കെ, ടെൻസൈൽ സ്ട്രെസ് ആണ് എക്സേർട്ട് ആവുന്നത്. അതേപോലെ സ്റ്റീൽ എന്ത് ചെയ്യും? സ്റ്റീൽ ബ്രാസിനെ പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പൊ എന്താണ്? അത് കാരണം ബ്രാസിൽ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് എക്സേർട്ട് ആവുന്നത്. ഓക്കെ, അത് കാരണം ബ്രാസിൽ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് എക്സേർട്ട് ആവുന്നത്. ഓക്കെ, ഇതിന്റെ ആൽഫ വാല്യൂ എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. ഓക്കെ, നമ്മുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആൽഫ വാല്യൂ കൂടുതലാണ് ബ്രാസിന്റെ. ഓക്കെ, അത് കാരണം നമുക്ക് ഇങ്ങനെ എക്സ്റ്റൻഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കാരണം ഇതിൽ ആക്ച്വലി നമ്മുടെ ടെൻസൈൽ സ്ട്രെസ് ആണ് എക്സേർട്ട് ആവുന്നത്, പക്ഷെ നമ്മുടെ സ്റ്റീൽ കമ്പൈൻ ആയിട്ടിരിക്കുന്നുണ്ട്. സ്റ്റീൽ കാരണം ബ്രാസിൽ കംപ്രസീവ് സ്ട്രെങ്ത് എക്സേർട്ട് ആവും, അതേപോലെ ബ്രാസ് കാരണം സ്റ്റീലിൽ ടെൻസൈൽ സ്ട്രെസ് ആണ് എക്സേർട്ട് ആവുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ എ കമ്പോസിറ്റ് സ്റ്റീൽ in a composite system subjected to temperature rise, composite system ആണ്, ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവുകയാണെങ്കിൽ with end constraint ആണ് to remain together. അപ്പൊ രണ്ടും ചേർന്നാണ് ഇരിക്കുന്നത്. The component having lower coefficient of linear expansion, lower coefficient of linear expansion എന്താണാവുന്നത്? അപ്പോൾ lower coefficient of linear expansion എന്താണാവുന്നത്? ബ്രാസ് കാരണം ടെൻസൈൽ സ്ട്രെങ്ത് ആണ്, ടെൻസൈൽ സ്ട്രെസ് ആണ് എക്സേർട്ട് ആവുന്നത്. മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ബ്രാസ് കാരണം സ്റ്റീലിൽ ടെൻസൈൽ സ്ട്രെസ് എക്സേർട്ട് ആവും, അതേപോലെ സ്റ്റീൽ കാരണം ബ്രാസിൽ കംപ്രസീവ് സ്ട്രെങ്ത് എക്സേർട്ട് ആവും. ഓക്കെ, സോ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A material is said to be perfectly elastic. Material നമ്മൾ perfectly elastic എപ്പോഴാണ് പറയുന്നത്? It regain its original shape on removal of load ആണോ, or its regain its original shape partially on removal of load ആണോ, it does not regain original shape at all ആണോ, none of these ആണ്. Okay, the A ആണ് correct option. Material is said to be perfectly elastic when it regain original shape on removal of load. Okay, നമ്മൾ മാറ്റുവാണെങ്കിൽ അതിന് എത്ര പെട്ടെന്ന് അതിന്റെ ഒറിജിനൽ ഷേപ്പ് അറ്റൈൻ ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, എ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, AB and AC are the cross section of bronze and copper. Copper bar ന്റെ cross section ആണ് of equal length
Okay, sigma B and sigma C are their respective stress. Okay, stress value due to the load. Okay, load and value P. If PB and PC are the load shared by them, then sigma B by sigma C is equal to EB by EC. അതേപോലെ P is equal to B plus C ആണോ, and P is equal to AB into sigma B. Okay, അതേപോലെ ഇത് സിഗ്മ സി ആണ്, AC into sigma C. All the options are correct ആണ്. അത് വളരെ ബേസിക് ആയിട്ട് ഓപ്ഷൻ ആണ്, എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ റിലേഷനിൽ കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. സോ all the options are correct. Okay, next question. A load of 1960 Newton is raised at the end of a steel wire. The minimum diameter of the wire so that stress in the wire does not exceed 100 Newton per mm square is 4 meter ആണോ, 4 mm ആണോ, 4.5 mm ആണോ, 5 mm ആണോ, 5.5 mm ആണോ? ഇതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ്സിന്റെ വാല്യൂ നമുക്കറിയാം. സ്ട്രെസ് ഇസ് ഈക്വൽ ടു load is equal to stress is equal to load by area അല്ലെ? Stress is equal to load by area. അപ്പോൾ ലോഡ് നമ്മൾ എങ്ങനെ ചെയ്യും? Load is equal to stress into area. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഡിന്റെ വാല്യൂ അറിയാം 1960. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം 1960. അതേപോലെ സ്ട്രെസ്സിന്റെ വാല്യൂ എന്താണ്? 100 into pi by 4 d square into pi by 4 d square. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡി സ്ക്വയറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡി സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാവും? 1960 into 4 by 100 into pi. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 24 സംതിങ് കിട്ടും. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 24 റേഞ്ചിൽ ആൻസർ കിട്ടും. 24.9 സംതിങ് കിട്ടും. ഓക്കെ, 24 സംതിങ് കിട്ടും. അപ്പോൾ അത് ഡിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 4.99 എന്ന് കിട്ടും. ഓക്കെ, 4.9. അപ്പോൾ നിയർലി ഇക്വലൻ ടു 5 mm ആകും. ഓക്കെ, അപ്പോൾ ഡിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 5 mm ആണ്. ഓക്കെ, അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ. 5 mm ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A bar L meter long and having its area of cross section A is subjected to gradually applied tensile load W. The strain energy stored in the bar is WL by 2 AE ആണോ, WL by AE ആണോ, W square L by AE ആണോ, W square L by 2 AE ആണോ? ഓക്കെ, ഇതിന്റെ നമ്മൾ നോക്കിയായിരുന്നു. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഗ്രാജുവലി അപ്ലൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഗ്രാജുവലി അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ ഒരു ബാറിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഓക്കെ, നമുക്കൊരു സെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിലാണ് ലോഡ് അപ്ലൈ ആവുന്നത്. ഓക്കെ, ലോഡ് അപ്ലൈ ആവുന്നത് ഇതിലാണ് പി. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ എന്തായിരിക്കും? പിന്റെ വാല്യൂ 0 ആയിരിക്കും. ഫൈനൽ സ്റ്റേജിൽ പിന്റെ വാല്യൂ എന്തായിരിക്കും? പി ആയിരിക്കും. അതേപോലെ നമ്മൾ ആവറേജ് സ്ട്രെസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഫൈനൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ P/2 ആയിരിക്കും. ഓക്കെ, P/2 ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇതിന്റെ ജനറൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്? P/12 into P into ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് ആണെങ്കിൽ നമുക്ക് സ്ട്രെസ് മേളിൽ നിന്ന് കിട്ടി. ഡെൽറ്റന്റെ വാല്യൂ എന്താണ്? PL/AE ജനറൽ വാല്യൂ ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ആൻസർ എന്ത് കിട്ടും? P-നെ നമ്മൾ W ആയിട്ട് റിപ്ലേസ് ചെയ്യാം. ഓക്കെ, W square L by 2AE. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. Next question. When a load is transferred through one surface to another surface in contact, the stress is known as tensile stress ആണോ, compressive stress ആണോ, shear stress ആണോ, none of these ആണോ? Okay, one surface to another. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് shear stressന്റെ ഡെഫിനിഷൻ എന്താണ്. അപ്പോൾ ഇങ്ങനെയാണ് shear stressനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? when a load is transferred through one surface to another, so to one surface to another surface in contact, the stress is. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? ഇതിനെയാണ് നമ്മൾ shear stress എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ shear stress എന്ന് പറയുന്നത്. ഓക്കെ, ടെൻസൈൽ സ്ട്രെസ് എന്തായാലും ആവത്തില്ല, അതേപോലെ കംപ്രസീവ് സ്ട്രെങ്ത് ആവത്തില്ല. shear stress ആണ് കറക്റ്റ് ആൻസർ. സി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Assuming the value of maximum deviation delta P, okay, maximum deviation delta P ആണ്, and
delta E to be 25% of the computed value of P and E respectively, the minimum value of factor of safety is 1 ആണോ 0.67 ആണോ 1.67 ആണോ അതോ 2.67 ആണോ? ഓക്കെ, നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ എന്തായിരുന്നു ഫോർമുല? ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് അല്ലെ? അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? പി പ്ലസ് ഡെൽറ്റ ഇ. ഓക്കെ, അതേപോലെ പി പ്ലസ് പി മൈനസ് ഡെൽറ്റ ബി. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്റെ വാല്യൂ മാക്സിമം വാല്യൂ 1 പ്ലസ് 25.25, അതേപോലെ 1 മൈനസ് 0.25. ഇപ്പൊ എത്രയാണ് കിട്ടുന്നത്? 1 മേളിൽ എത്ര കിട്ടും? 1.25, താഴെ നമുക്ക് 0.75 കിട്ടും. സോ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? നമുക്ക് ആൻസർ കിട്ടും, നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ 1.67 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ടു വോള്യൂമെട്രിക് സ്ട്രെയിൻ. സോ സ്ട്രെസ് ടു വോള്യൂമെട്രിക് സ്ട്രെയിൻ എന്താണ് പറയുന്നത്? സ്ട്രെസ് ബൈ വോള്യൂമെട്രിക് സ്ട്രെയിനിന് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, within the elastic range is called as modulus of elasticity ആണോ, shear modulus of elasticity ആണോ, both modulus of elasticity and shear modulus of elasticity ആണോ, or none of these ആണോ? So ഇതിന്റെ ആൻസർ none of these ആണ്. ബൾക്ക് മോഡുലസ് ആണ് കറക്റ്റ് ആൻസർ. ബൾക്ക് മോഡുലസിന്റെ ഡെഫിനിഷൻ ആണ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ടു വോള്യൂമെട്രിക് സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ ബൾക്ക് മോഡുലസ് ആണ്. none of these ആണ് കറക്റ്റ് ഓപ്ഷൻ. Next, the ratio of the longitudinal stress to strain within elastic limit is known as modulus of elasticity ആണോ, shear modulus of elasticity ആണോ, bulk modulus of elasticity ആണോ, tangent modulus of elasticity ആണോ? ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്താണ്? ലോങ്കിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ യങ്സ് മോഡുലസ് ആണ്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ്, the ratio of the lateral strain to axial strain of a homogeneous material is known as Poisson ratio. നമ്മൾ repeatedly കുറെ ക്വസ്റ്റ്യൻ നോക്കിയതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the strain energy due to volumetric strain, അതിന് എന്താണ് പറയുന്നത്? strain energy due to volumetric strain is directly proportional to square of exerted pressure, is inversely proportional to bulk modulus. Okay, or all the options are correct. So നമ്മൾ strain energy എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? directly proportional to volume ആണോ? അതെ, വോള്യത്തിന് directly proportional to volume ആണ്. Okay, stress volumetric strain into volume. Okay, അപ്പോൾ directly proportional to volume ആണ്. ഇത് കറക്റ്റ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് എക്സേർട്ടഡ്. സ്ക്വയർ എക്സേർട്ടഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 1 by യങ്സ് മോഡുലസ് എന്ന് പറയുമ്പോൾ 1 ആൽഫ ഇൻറ്റു ഇ ഇൻറ്റു പി, ഇതും ഫോർമുല ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ സ്ക്വയർ ബൈ സ്ട്രെയിൻ എന്നും വരും, അപ്പോൾ വി എന്നും വരും. അപ്പോൾ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ആണോ? അതും കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബൾക്ക് മോഡുലസ്. അപ്പോൾ ഇതിനെ നമ്മൾ ബൾക്ക് മോഡുലസ്, സോ ഇതിനെ നമ്മൾ ഒന്നുകൂടെ എഴുതുമ്പോൾ എങ്ങനെയാണ്? വോള്യൂമെട്രിക് സ്ട്രെയിൻ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? വോള്യൂമെട്രിക് സ്ട്രെയിനിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബൈ ബൾക്ക് മോഡുലസ്, നോർമൽ സ്ട്രെസ് ബൈ ബൾക്ക് മോഡുലസ്. ഓക്കെ, അപ്പൊ സിഗ്മ സ്ക്വയർ വരും, അങ്ങനെയും വരും. അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബൾക്ക് മോഡുലസ് ആണ്. അപ്പൊ അതും കറക്റ്റ് ആണ്. അപ്പൊ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഇതും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. അപ്പൊ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 bars of different material are of same size and are subjected to same tensile force if the bar have unit elongation. Elongation value ratio ആണ് തന്നിട്ടുള്ളത് 4:5. elongation unit ratio ആണ് തന്നിരിക്കുന്നത്. Okay, then the ratio of the modulus of elasticity of two material 4:7 ആണോ, 4:10 ആണോ, 16:49 ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? എ ആണോ, ബി ആണോ, സി ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഓക്കെ, അതിനെ നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്? യങ്സ് മോഡുലസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഇതിന്റെ നമ്മുടെ നമുക്ക് സ്ട്രെസിന്റെ വാല്യൂ ആവശ്യമില്ല, നമുക്ക് സ്ട്രെയിനിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? E1 എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/4 ആണ്. അതേപോലെ E2 എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/7 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ E1/E2. ഓക്കെ, അപ്പോൾ എന്താണ് വരുന്നത്? 1/4
into 1/7. അപ്പോൾ ആൻസർ എന്താണ്? 7:4 എന്ന് വരും. ഏതെങ്കിലും ഓപ്ഷൻ മാച്ച് ആവുന്നുണ്ടോ? 7:4 ഒരു ഓപ്ഷൻ മാച്ച് ആവുന്നില്ല. അപ്പോൾ നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, none of these ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The property of material by which it can be beaten or rolled into plates is called ductility ആണോ, plasticity ആണോ, ഇലാസ്റ്റിസിറ്റി ആണോ, അതോ നൺ ഓഫ് ദീസ് ആണോ, അല്ലെങ്കിൽ മാലിബിലിറ്റി ആണോ? ഓക്കെ, ഇതിൽ നമ്മൾ നോക്കിയതായിരുന്നു. മാലിബിലിറ്റി ആണ് കറക്റ്റ് ആൻസർ. അതിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലിമിറ്റ് ടു പോയിസൺ റേഷ്യോ? 0.5 ആണ്. ഇത് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ, 0.5 ആണ് ലിമിറ്റ്. Next question. Among the following, which is the least elastic? Iron ആണോ, കോപ്പർ ആണോ, അതേപോലെ both കോപ്പർ ആൻഡ് സിൽവർ ആണോ, റബ്ബർ ആണോ? ഓക്കെ, നമ്മൾ ഓൾറെഡി ഇത് നോക്കിയതാണ്. റബ്ബറിലാണ് നമ്മുടെ ഏറ്റവും കുറവ്, അല്ലെങ്കിൽ ലീസ്റ്റ് ഇലാസ്റ്റിസിറ്റി റബ്ബറിലാണ് ഉള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ വിത്ത് ടൈമിൽ നമ്മൾ ഏജിന്റെ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിൽ ബ്രിട്ടൽ ഫെയിലിയർ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ലീസ്റ്റ് ഇലാസ്റ്റിക് മെറ്റീരിയൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റബ്ബർ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്ലീസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക, ഒരു കമന്റ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അതുവരെയും സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് എ ലോട്ട്.